എൻ്റെ ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാർക്ക് ഈസ്റ്റർ ദിനത്തിൻ്റെ മംഗളാശംസകൾ ഞാൻ നേരുകയാണ്. ഈ ഉത്ഥാന ദിനം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ ധ്യാനത്തിലേക്ക് എന്നെ സഹായിച്ച, എന്നെ നയിച്ച ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദുഃഖവെള്ളിയുടെ കനത്ത ഇരുട്ടൊക്കെ മാറി ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മളെല്ലാവരും വിടുതൽ പ്രാപിക്കുന്ന ഒരു ദിനമാണ് ഉത്ഥാനം. ഉത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അത് ജീവനാണ്, അത് പ്രകാശമാണ്, അത് സത്യമാണ്, അത് ശാന്തമാണ്, എല്ലാമാണ്. മരണത്തിൻ്റെ പരാജയത്തിൽ നിന്ന് രക്ഷയുടെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന വലിയ ശക്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഉത്ഥാന ദിനം നമുക്ക് നൽകുക. അതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, തോട്ടക്കാരൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഗുരുവിനെ കാണുന്നില്ലല്ലോ, അവനെ ആരെടുത്തു കൊണ്ടുപോയി എന്ന് ഒച്ച വെച്ച് കരയുന്ന മറിയത്തിൻ്റെ ആ സങ്കടമാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയത്, വല്ലാതെ സ്പർശിച്ചത്. അത്രമാത്രം ആത്മബന്ധം മറിയത്തിനും ഈശോയ്ക്കും തമ്മിലുണ്ടായിരുന്നു. ഈ മറിയത്തിന് മുമ്പ് ശിഷ്യന്മാരും ഈ കല്ലറയ്ക്കരികെ വന്നതാ. അതിൽ ഒരുവൻ അകത്ത് കയറാൻ തയ്യാറായി, ഒരുവൻ ഓടിപ്പോയി, അകത്ത് കയറിയില്ല. എന്നാൽ മറിയം ഇതൊന്നും നോക്കാതെ, അവളൊരു സ്ത്രീയാണ്, ആ സ്ത്രീ ആയിട്ടുള്ള മറിയം വലിയ ശക്തിയും പ്രാഭവവും ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ കല്ലറയ്ക്കുള്ളിലേക്ക് അവൾ ഇടിച്ചു കയറുകയാണ്. എവിടെയാണ് എൻ്റെ ഗുരു? സംശയാസ്പദമായ രീതിയിൽ തോട്ടക്കാരനോട് അന്വേഷിക്കുകയാണ്. അപ്പോ ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണ് ആ ശൂന്യതയുടെ അനുഭവം അവൾക്ക് കിട്ടിയത്. ഒരു തരത്തിൽ അത് ശൂന്യതയുടെ അനുഭവം, ഒരു തരത്തിൽ അത് പ്രകാശത്തിന്റെ അനുഭവമായിട്ട് മറിയത്തിന് മാറി. ഈ ചിലപ്പോഴൊക്കെ ചില കല്ലറകളുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് ഈ അനുഭവം നമുക്കും സ്വന്തമാക്കാൻ സാധിക്കുക. കല്ലറ എന്ന് പറയുമ്പോൾ പലതും അടങ്ങി ഒതുങ്ങിപ്പോയ ഒരു ഇടമായിട്ട് നമുക്കതിനെ കാണാം. എൻ്റെയും ജീവിതത്തിന്റെ ചില കല്ലറകൾ നമുക്ക് ഓർത്തെടുക്കാം. ചിലപ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ കല്ലറയായിരിക്കാം, രോഗത്തിന്റെ കല്ലറയായിരിക്കാം, ഒറ്റപ്പെട്ടതിന്റെ കല്ലറയായിരിക്കാം, ബന്ധങ്ങൾ മരവിച്ചതിന്റെ കല്ലറയായിരിക്കാം, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ കല്ലറകളായിരിക്കാം. പലതരം കല്ലറകളിലൂടെയും ഞാനും നിങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ആ കല്ലറയ്ക്കുള്ളിലേക്ക് ഈ മറിയം കടന്നു വന്നതുപോലെ നാം സങ്കടമെന്ന് കരുതുന്ന, ദുഃഖമെന്ന് കരുതുന്ന, ഇരുട്ടെന്ന് കരുതുന്ന കല്ലറയ്ക്കുള്ളിൽ ഒന്ന് കടന്നു ചെന്ന് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ഇങ്ങനെ അർത്ഥവത്താവുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും, എല്ലാ ഇരുട്ടുകൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരർത്ഥമുണ്ട്. അതിന് പിന്നീട് ഒരു ഫലമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈസ്റ്റർ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മറിയത്തിന്റെ വെളിച്ചത്തിന്റെ അനുഭവം നമുക്ക് ലഭ്യമാകട്ടെ. നമ്മുടെ പലതരത്തിലുള്ള കല്ലുകളും ഉരുട്ടി മാറ്റുമ്പോഴാണ് നമ്മുടെ സങ്കടത്തിൽ നിന്നും നാം പഠിച്ചെടുത്ത ആ പ്രകാശത്തിന്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതവും പ്രകാശത്തിന്റെ പങ്കുവെച്ച അനുഭവമായിട്ട് മാറട്ടെ എന്ന് ഈ ഉത്ഥാന ദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് ഉത്തിതനായ കർത്താവ് കാണുന്നവരോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളത് ഈ ആന്തരിക സമാധാനമാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു, എൻ്റെ സന്തോഷം തന്നിട്ട് പോകുന്നു. അത് ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സന്തോഷം. അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യം യുദ്ധഭീഷണിയിലാണ്. അനേകം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു. അനേകം ആളുകൾ ഇന്ന് നാശത്തിന്റെ പാതയിലായിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം, യുദ്ധഭീഷണിയിലായിരിക്കുന്ന, യുദ്ധ കലഹപ്രിയരായിരിക്കുന്ന രാജ്യങ്ങളെയും വ്യക്തികളെയും ചിതറിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം അവിടെയെല്ലാം സംജാതമാകുന്നതിന് വേണ്ടി നമ്മുടെ ത്യാഗവും പ്രാർത്ഥനയും ജീവിതത്തിന്റെ അനുഭവങ്ങളും നമുക്ക് നിയോഗിക്കാം. നമ്മുടെ നിയോഗങ്ങളെ ദൈവം തന്നെ സാധ്യമാക്കട്ടെ. ഈ ഉത്തിതിന്റെ ആനന്ദം നാം അനുഭവിച്ചറിഞ്ഞത് മറ്റുള്ളവരിലേക്ക്, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക്, അയൽക്കാരിലേക്ക്, സുഹൃത്തുക്കളിലേക്കും ഒക്കെ വേദന അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന രോഗികളിലേക്കൊക്കെ പകരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈസ്റ്റർ ദിനാശംസകൾ നേർന്ന് നിർത്തുന്നു. നന്ദി.